നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പെട്ടെന്ന് ഫലം തരുന്നതും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനായി സഹായിക്കുന്നതുമായ ഒരു അത്ഭുത സ്വിച്ച് വേർഡിനെ കുറിച്ചാണ്. പലരും നമ്മൾ സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും വീഡിയോകളായിട്ട് ഇട്ടുവരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, മാഡം ഏതെങ്കിലും സമ്മാനങ്ങൾ അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം തേടിയെത്തുവാനുള്ള സ്വിച്ച് വേർഡ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ 2-3 സ്വിച്ച് വേർഡുകൾ ലോട്ടറി ഭാഗ്യം തേടിയെത്തുവാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഭാഗ്യദേവത എന്ന് പറയുന്നത് എല്ലാവരെയും കടാക്ഷിക്കില്ല. അതുപോലെ തന്നെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം തേടി വരും. ചിലർ എത്ര തന്നെ ശ്രമിച്ചാലും അവർക്ക് ഭാഗ്യം എന്ന ഒന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. നമ്മൾ ഭാഗ്യമുള്ളവരാണോ അല്ലയോ എന്നുള്ളതെല്ലാം അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളിലേക്കും ഭാഗ്യത്തെ നമുക്ക് ആകർഷിച്ചെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യത്തോടെ ജീവിക്കുവാനും അതുപോലെ തന്നെ സർവ്വസമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും വേണ്ടിയുള്ള ഒന്നാണ്. പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പകുതി സമാധാനമാണ് എന്ന് തന്നെ പറയാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് പണത്തേക്കാൾ വലുത് ആരോഗ്യമാണ് എന്ന്. സത്യമാണ്, ആരോഗ്യം തന്നെയാണ് വലുത്. പക്ഷേ ഈ പണം ഇല്ലാതിരിക്കുന്ന സമയത്ത് പലരും അതിൽ മെൻ്റൽ ഡിപ്രഷനായിട്ട് അവരുടെ ജീവിതത്തിൽ ആരോഗ്യം പോലും ഇല്ലാതാകുകയും കടം മുഖാന്തരം ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചേരുകയും അതുപോലെ തന്നെ ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ പണം തന്നെയാണ്. പണം ഉണ്ടെങ്കിൽ പകുതി ആശ്വാസം തന്നെയാണ് എന്ന് നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കാത്ത ഒരു സത്യം തന്നെയാണ്. അങ്ങനെയുള്ള പണത്തെ ആകർഷിച്ചെടുക്കുവാൻ പല വഴികൾ ഉണ്ട്. അതായത് നമ്മുടെ ജോലികൾ തുടർന്ന് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും അതുപോലെ തന്നെ താന്ത്രികങ്ങളും എല്ലാം ചിലവുകളൊന്നുമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളിലൂടെ നമുക്ക് പണത്തെ നമ്മളിലേക്ക് കാന്തം പോലെ ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നതായിരിക്കും. പലരും ജീവിതത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്രതീക്ഷിതമായ ഒരു സമ്മാനം എന്ന് പറയുന്നത്. ഈ സമ്മാനം എന്ന് പറയുന്നത് ഏതൊരു വിധേന ആയിക്കോട്ടെ. ചിലർക്ക് ലോട്ടറി മഹാഭാഗ്യത്തിലൂടെ ആയിരിക്കും. ചിലർക്ക് അവർ ആഗ്രഹിക്കാത്ത തരത്തിൽ പെട്ടെന്ന് ആരെങ്കിലും ഗിഫ്റ്റായിട്ട് ചെയ്യുകയോ അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പണം കയ്യിലേക്ക് വന്നു ചേരുകയോ അതും അല്ല എന്നിരിക്കട്ടെ, നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള തുക കടമായിട്ടെങ്കിലും ലഭിച്ചാൽ മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ഇരിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആവശ്യത്തിന് പണം ലഭിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ അത് കടമാണെങ്കിലും അല്ലെങ്കിലും അത് പിന്നീട് മീട്ടാം, നമുക്കത് തിരികെ കൊടുക്കാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. അങ്ങനെയുള്ള ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനായി നിത്യവും നമുക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ്. ഇതിന് യാതൊരുവിധ നിബന്ധനകളും പാലിക്കേണ്ടതില്ല. അതായത് പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പുലവാലായ്മയുണ്ട് എന്നൊന്നും പറഞ്ഞ് ഒഴിവാകേണ്ട കാര്യമില്ല. മറിച്ച് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഒരു 30 ദിവസം, അതായത് ഒരു മാസം കണക്കിലെടുത്തുകൊണ്ട് ഈ 30 ദിവസവും ഞാൻ ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതുവാനാണ് തീരുമാനിക്കുന്നത് എന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ്? പെട്ടെന്നുള്ള ആ ഒരു ഭാഗ്യ പെരുമഴ നമ്മളിലേക്ക് എത്തുവാനായിട്ടാണ് നമ്മൾ ഈ സ്വിച്ച് വേർഡ് എഴുതുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ വേറെ ഏത് സ്വിച്ച് വേർഡുകളോ ഏഞ്ചൽ നമ്പറുകളോ എഴുതുന്നുണ്ട് ചൊല്ലുന്നുണ്ട് എന്നിരിക്കലും സാരമില്ല. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ മാനിഫെസ്റ്റേഷനും ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും എല്ലാം എഴുതി വെക്കുന്ന ഒരു നോട്ട് ബുക്ക് ഉണ്ടാകും. ആ നോട്ട് ബുക്ക് എടുക്കാവുന്നതാണ്. അതല്ല ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ വരയിടാത്ത നോട്ട് പുസ്തകം ഒന്ന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ്. ഈ 2 സാധനങ്ങളും തയ്യാറാക്കി വെക്കുക. ഇനി നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ തുക നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾ എവിടെയും എഴുതേണ്ട കാര്യമില്ല.
നിങ്ങളത് മനസ്സിൽ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് പതുക്കെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തുക, അത് എത്രയാണെങ്കിലും ശരി, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു സന്തോഷം നിങ്ങൾ സങ്കല്പിക്കുക. അതായത് പെട്ടെന്ന് നിങ്ങൾ ഒരു ദിവസം പേപ്പർ എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മുടെ എടുത്തിരിക്കുന്ന ലോട്ടറി ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴോ നമുക്ക് ലോട്ടറി അടിച്ചാൽ എത്രമാത്രം സന്തോഷിക്കും, ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം സങ്കല്പിക്കുക. ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതാണ് ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെയും പ്രധാനപ്പെട്ട ഘടകമായി കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലുള്ള ഏത് തരത്തിലുള്ള ലോട്ടറി ആണെങ്കിലും ആ ലോട്ടറിയുടെ പേരടക്കം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് എടുത്ത് നമ്മുടെ ലോട്ടറിയുടെ നമ്പരും പേപ്പറിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ വന്നിരിക്കുന്ന ആ നമ്പരും സെയിം ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് ലോട്ടറി അടിച്ച ആ ഒരു സങ്കല്പം നിങ്ങൾ കൊണ്ടുവരിക. ഇതെല്ലാം തന്നെ നിങ്ങൾ അനുഭവിക്കുക. എങ്ങനെയാണ് ലോട്ടറി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം നമ്മൾ പതുക്കെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ അവസാന നമ്പർ വരെയും നമ്മുടെ ഉണ്ട്, നമുക്ക് 1ാം സമ്മാനം അടിച്ചു കിട്ടിയിരിക്കുന്നു എന്ന ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. മാത്രമല്ല ഇതെടുത്ത് നമ്മൾ പണം വാങ്ങിക്കുവാൻ പോകുന്നത്, അതുപോലെ തന്നെ ലോട്ടറി സമ്മാനമായി അടിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ തേടി വരുന്നത്, അതെല്ലാം തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു സന്തോഷം ഇവിടെ പ്രകടമാക്കുകയും വേണം. അപ്പോൾ പണം നമ്മുടെ കൈകളിൽ വന്നു. ഇനി ആ പണം കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ പോകുന്നത്? ഒരു വീട് വെക്കണം, ഒരു പുതിയ കാറ് വാങ്ങിക്കണം, പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കണം എന്നെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ അതിനാകും. ഇതിനിടയിൽ നിങ്ങളുടെ ഈ ഒരു മനസ്സിലേക്ക് വേറെ ഏതൊരു തരത്തിലുള്ള ചിന്തകളും കടന്നു വരരുത്. അതുപോലെ തന്നെ ലോട്ടറി അല്ല, വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പണം ആവശ്യമാണ് എന്നൊരിക്കെ നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യമായ തുക തന്നതിന് നിങ്ങൾ എങ്ങനെയാണോ സന്തോഷത്തോടു കൂടി ആ പണം സ്വീകരിക്കുന്നത്, ആ ഒരു ഫീലിങ്സ് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ് ഇതേ സന്തോഷത്തോടു കൂടി തന്നെ 1% പോലും ആ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിന്നും മായരുത്. അതേ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന സ്വിച്ച് വേർഡ് എഴുതാവുന്നതാണ്. അപ്പോൾ ആ വാക്ക് ഇതാണ്: സ്പീഡ് വോൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520. സ്പീഡ് വോൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520. സ്പീഡ് വോൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520. ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എത്ര തവണ എഴുതണമെന്ന് സംശയമുണ്ടാകും. ചിലർ 21 തവണ എഴുതുവാൻ ആഗ്രഹിക്കും. പക്ഷെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് 45 പ്രാവശ്യം, നിങ്ങൾ ഒരു ദിവസത്തിൽ 45 പ്രാവശ്യം ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതേണ്ടതാണ്. ഇത് ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് പണത്തിൽ മാത്രമായിരിക്കുവാനും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സമ്മാനം അത് എത്ര രൂപയാണെങ്കിലും അത് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി മാത്രമായിരിക്കണം ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതുവാനായിട്ട്. ഇത് 45 തവണ ഒരു ദിവസത്തിൽ എഴുതേണ്ടതാണ്. ഇനി ഇത് 45 പ്രാവശ്യം എഴുതിക്കഴിഞ്ഞ് അവസാനം എഴുതേണ്ട വാക്ക് നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ എന്ന് 3 തവണ എഴുതാവുന്നതാണ്. ഇത് നിങ്ങൾ 1 മാസം തുടർച്ചയായി എഴുതേണ്ടതാണ്. ഇനി ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ വിട്ടുപോയി മാഡം, മറന്നുപോയി എന്ന് പറയുന്നവരാണെങ്കിൽ ആ 1-2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും തുടരാം. പക്ഷേ നമ്മൾ ഒരാഴ്ചയെല്ലാം വിട്ടുപോയി എന്നിരിക്കെ നിങ്ങൾ ആദ്യം മുതൽക്ക് വീണ്ടും തുടങ്ങേണ്ടതാണ്. ഇത് നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾ 1-2 ദിവസം എഴുതുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക പല വഴികളിലൂടെ നിങ്ങളെ തേടിയെത്തും. അതായത് നമ്മൾ ജോലിക്കൊന്നും പോകാതെ വെറുതെ വീട്ടിലിരുന്നാൽ പണം നമ്മളെ ഒരിക്കലും തേടിയെത്തില്ല. പണം പല വഴികൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ചിലർക്ക് സാലറി ഇൻക്രിമെൻറ്റ് വരാൻ സാധ്യതയുണ്ട്, ചിലർക്ക് ഒരുപാട് കാലമായി കൊടുത്ത പണം തിരികെ കിട്ടിയിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ തുക ലഭിക്കും. അല്ലെങ്കിൽ അവരുടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അതിലൂടെ അവർക്ക് പണം നേടിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ പല വഴികളിലൂടെ, അത് നമ്മുടെ ജീവിതത്തിൽ ഏത് വഴികളാണോ അടഞ്ഞു കിടക്കുന്നത് ആ വഴികളെല്ലാം തുറന്നു കിട്ടുകയും നമുക്ക് പണം തടസ്സമില്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുകയും
ചേരുവാനും അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്ത ലോട്ടറികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മാനങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് ഭാഗ്യത്തിൻ്റെ ഒരു രീതിയിൽ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 15 ദിവസം കഴിയുമ്പോൾ ചെറിയ സമ്മാനങ്ങളെല്ലാം കിട്ടിത്തുടങ്ങി എന്ന് പറഞ്ഞ് നിങ്ങൾ അത് അവിടെ ഉപേക്ഷിക്കാതെ 30 ദിവസവും കണക്കിലെടുത്ത് രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പം, അത് പൈസയുടെ സങ്കല്പം വെച്ച് നമ്മൾ ഇത് എഴുതാവുന്നതാണ്. നിങ്ങൾ തുടർച്ചയായി ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ എഴുതാവോ എന്ന് ചോദിക്കും. കഴിവതും രാത്രിയോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയോ ഈ സ്വിച്ച് വേർഡ് എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഈ സ്വിച്ച് വേർഡ് എഴുതുന്നതിന് മുന്നേ തന്നെ ഒരു കണ്ണാടി ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മുന്നിലേക്ക് വെച്ച് പിന്നീട് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം മുഴുവനായും കുടിച്ച് നമുക്ക് കിടന്നുറങ്ങുവാനായിട്ട് പോകാവുന്നതാണ്. നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കുക. അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന തന്നെ എടുക്കുവാനായിട്ടും ശ്രമിക്കുക. മാത്രമല്ല പകൽ സമയങ്ങളിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് ഇടയ്ക്കിടെ പറയാവുന്നതാണ്. ഇടയ്ക്കിടെ നിങ്ങൾ പറയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ, അതായത് ചെറിയ ചെറിയ തുകകളാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല 1-2 ദിവസം ഞാൻ ചൊല്ലി നോക്കി, എനിക്കൊരു ഫലവും കിട്ടുന്നില്ല, ഒരുപാട് സ്വിച്ച് വേർഡുകൾ ചൊല്ലുന്നുണ്ട്, ഏഞ്ചൽ നമ്പറുകൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും യാതൊരു ഫലവുമില്ല എന്ന് കരുതി വിഷമിക്കാതെ 10 രൂപ പോലും ചിലവില്ലാതെ ഒരു 10 മിനിറ്റ് ദിവസവും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.